നല്ല ആൾക്കാരുണ്ട്. പക്ഷേ അവർക്ക് ആണെങ്കിൽ നിയമം നടപ്പിലാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അവർ റിപ്പോർട്ട് മേലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അവരെ ഈ നാട്ടിൽ നിന്ന് മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് സ്ഥലം മാറ്റുന്ന ഒരു പദ്ധതിയാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഈ കള്ള പിണറായി വിജയൻ്റെ ഭരണം ഈ നാട്ടിൽ വന്നതിൻ്റെ ശേഷം ഇപ്പോൾ ഇതാ തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പ് തന്നെ ഇവിടുത്തെ വായക്കാട് വില്ലേജ് ഓഫീസർ ഞാൻ 2 മാസം മുമ്പ് പറയലുണ്ടെങ്കിൽ ഞാൻ ഇലക്ഷൻ ഡ്യൂട്ടിയിലാണ്. ഇത് ഈ വായക്കാടും അതുപോലെ തന്നെ വായൂർ പഞ്ചായത്തിലും വില്ലേജിലും തുടങ്ങിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഇപ്പം തിരിഞ്ഞു നോക്കാതെ പകലില്ലാതെ മണ്ണടിച്ചു പോണ്. ആരും തിരിഞ്ഞു നോക്കാനില്ല. അതുകൊണ്ട് ഇത് ഞങ്ങൾ നിസ്സഹായരാണ്. ഞങ്ങൾ കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഈ നാറികളും ഇവിടുത്തെ മാഫിയ സംഘങ്ങളും ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ ഞങ്ങൾക്ക് പാരിതോഷികം വാങ്ങിയ കാരണം കൊണ്ടാണല്ലോ ഇവിടെ മണ്ണിടുന്നതൊക്കെ. ഈ നിലക്ക് വിളിച്ചാൽ വരാതെ ഇവിടെ വായക്കാട് പോലീസ് സ്റ്റേഷനായാലും കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷന് അത്രയില്ല. വായക്കാട് പോലീസ് സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൊണ്ടോട്ടി ഈ വായക്കാട് പോലീസ് സ്റ്റേഷനും കൂടി നിലവിലില്ല. അവരും ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ല എങ്കിൽ കൊണ്ടോട്ടി താലൂക്ക് ഓഫീസും വായക്കാട് വില്ലേജ് ഓഫീസും തുടങ്ങിയിട്ടുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ മാഫിയക്കാർ മണ്ണിട്ട് തീർക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് പോലീസിൻ്റെ ഒരു വരവ് കാരണം അതിന് കുറച്ചൊരു സമാധാനം ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് പോലീസ് ചില ആൾക്കാർ, എല്ലാവരും ഇല്ല, എല്ലാം വേറെ ചില ആൾക്കാരുണ്ട്. പോലീസ് ഇന്ന് ഡ്യൂട്ടിയിൽ ഇന്നയാളാണ്, അതുകൊണ്ട് നിങ്ങൾ മണ്ണിട്ടോളി എന്ന് പറയുന്ന പോലീസുകാരുണ്ട് വായക്കാട്. അത് മറിച്ച് മറ്റൊരു രീതിയിൽ പോകുന്ന പോലീസുകാരുണ്ട്. അതുകൊണ്ട് എല്ലാവരും നമ്മൾ കുറ്റം പറയുന്നില്ല. അവിടെ ഡ്യൂട്ടിക്ക് ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടുത്തെ മാഫിയക്കാർക്ക് വിവരം കൊടുക്കുന്ന പോലീസുകാരും ഈ വായക്കാട് പോലീസ് സ്റ്റേഷനിൽ ഉണ്ട് എന്ന് പറയാതെ ഇരിക്കാൻ നിർവാഹമില്ല. ഏതായാലും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഈ നാട് മുഴുവൻ നശിപ്പിച്ച് കഴിഞ്ഞാണ്. ഇനി 1 ലിറ്റർ നെല്ല് കൊയ്തെടുക്കാനുള്ള വയലുകൾ ഈ പ്രദേശത്തോടെ ഇല്ല. ഇപ്പം നിൽക്കണ വികസനത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഹൈവേ റോഡിന് മണ്ണ് എടുക്കാമെന്നും പറഞ്ഞ് പകലില്ലാതെ ഇവിടെ മണ്ണ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ നാട് ഈ രൂപത്തിൽ നശിപ്പിച്ചതിൻ്റെ ഈ ദുരിതം അനുഭവിക്കുന്ന ചൂടും മനുഷ്യന് ഒരു തുള്ളി വെള്ളം കിട്ടാത്ത രീതിയിൽ ഈ അപകടം സൃഷ്ടിച്ചിട്ടുള്ള ഈ നാറികളായിട്ടുള്ള റവന്യൂ ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും പറയുന്നില്ല. ഇതിന് ഈ നിയമം നടപ്പിലാക്കേണ്ട കള്ള നാറികൾ ഈ നാട് മുഴുവൻ നശിപ്പിച്ചിരിക്കുകയാണ് എന്ന് മാത്രമാണ്. ഇതിൽ ഞങ്ങളെപ്പോലുള്ളവർ നിരപരാധികളാണ് എന്ന് ഞങ്ങൾ നിങ്ങളോട് പറയാം.